ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഊട്ടി ബ്ലോഗ് പാർട്ട് 2 ആണ് കാണാൻ പോണത്. ഞാൻ മാത്രമേ വെളിയിലുള്ളൂ. അയ്യോ, എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് തലവേദന വരുന്ന പോലെയുണ്ട്. ഫോണാണെന്നുണ്ടെങ്കിൽ ചാർജില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാർജ് കുത്തിയിട്ട് റൂമിൽ കയറി വയ്ക്കും. ആരും വെച്ചിട്ടില്ല. ഇതേ സമയം 8 മണിയായിട്ടുണ്ട്. ഉറങ്ങി അണിച്ചിട്ടുണ്ടല്ലേ? ഞാൻ നിന്റെ പല്ല് വളക്കണതാ കണ്ടോ? ഇവരൊക്കെ ഇപ്പം എല്ലാം അടിച്ച് പല്ല് വളക്കണതേ ഉള്ളൂ. കണ്ടോ, ബ്രഷ് കണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കണ്ണടോ തന്റെ ബ്രഷ്. സമയം 10 മണി, പക്ഷെ ഇപ്പോഴാണ് പൊണിച്ച് പല്ല് കഴിക്കണത്. കുഴപ്പമില്ല, നമ്മള് പല്ല് കഴിക്കാൻ ഒരു സമയം വേണ്ട. ഇന്നലെ മൊത്തം വൈബായിരുന്നു, ഇന്ന് മൊത്തം ആള്. അതെ അതെ, ഇന്നലെ സൗണ്ട് ഉണ്ടാക്കി അപ്പൊ നിന്റെ നീ ഒരു വൈബാണ്. സമയം ഇപ്പം 8:15 കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നിട്ട് ഞാനും സന്ധ്യയും വന്നിട്ട് നടന്നു. ഇവിടുന്ന് സൈഡിലോട്ട് കണ്ടോ. പക്ഷെ രാവിലെ നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നുമില്ല, കണ്ടാ കുടിക്കും. അതന്നെ, ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇതാ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഈ ഒരു വഴിക്കാണ് കേട്ടോ രാവിലെ നടന്നത്, ഞാനും സന്ധ്യയും കൂടെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, കുറേ ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഭാർഗവി നിലയം പോലത്തുള്ള വീടുകളാണ്. അജിയൊക്കെ ശരിക്കും വെളിച്ചത്തിൽ കാണുന്നില്ല. ഈ മോർണിംഗ് വാക്ക് എങ്ങനെയുണ്ട് ഭർത്തൃ? അവൻ ഇന്നലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. കാടമരങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ? മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല ഇപ്പൊ തണുപ്പ് പറയും, ചെറിയൊരു തണുപ്പേ ഉള്ളൂ, നല്ല തണുപ്പ് പറയാനില്ല. ഇവിടെ ഞങ്ങളെ കളിയാക്കിയിട്ട് പോടുകണ്ടോ. എന്നാലും ഞങ്ങളിപ്പോ സ്റ്റേ എടുത്തിരിക്കുന്നത് ബോട്ട് ഹൗസിന്റെ അടുത്തായിട്ടാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ ലേക്കൊക്കെ കാണുന്നുണ്ട്, ബോട്ട് ഹൗസ് ഒക്കെ കാണുന്നുണ്ട്. ഇല്ലടോ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് അത് പറയണ്ടേ. ബോട്ട് ഹൗസിന്റെ അവിടെ എത്തിയിട്ടോ. അവിടെയൊക്കെ നല്ല വീടുണ്ട്, ഇവിടെ കുറെ വേസ്റ്റ് ഉണ്ട്. ബോട്ട് ഹൗസിന്റെ അവിടെ എത്തി. ഇനി ഞങ്ങൾ എത്ര 2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും. ഇനി ഒരു ചായ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് കേട്ടോ. ഇനി ചായ കട കണ്ടിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്, അതിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഞങ്ങളിങ്ങനെ ഈ കുന്നൊക്കെ കയറി പോവാന്ന് വിചാരിച്ചു. എല്ലാവരും കൊണ്ട് കയറാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് വേണ്ട, നമ്മുടെ ഈ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ പോണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ടൗൺ ആയിരിക്കും. ഒരു ചായക്ക് ആഗ്രഹിച്ച് രാവിലെ തന്നെ എത്ര കിലോമീറ്റർ നടന്നു എന്നറിയോ? നമ്മളിവിടെ ഒരു ടീ ഷോപ്പിലൂടെ നല്ല തിരക്കുണ്ട്. അതിന് 2-3 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് വയ്ക്കാൻ. ഹലോ ഗായ്സ്, കാലത്തിന് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നല്ലൊരു കടയാണ് ഗായ്സ്, കുഞ്ഞു കടയാണ് ഗായ്സ്. പക്ഷെ ചായ നന്നായിട്ടുണ്ടെന്നാണ് ഗായ്സ് പറയുന്നത്. ഇതെല്ലാവരും ചായ കുടിക്കാൻ ഗായ്സ്. സുലു വടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗായ്സ്.
വട കിട്ടിയില്ല പറഞ്ഞ സുലു ടെൻഷനാകാൻ വേണ്ടിയിട്ടുണ്ട് ഗായ്സ്. സുലു വടയാണ് മെയിൻ ഇവ ഒരുത്ത് മേലെ വടക്കട ഉണ്ടാവുമ്പോഴേക്ക് നമുക്ക് ഗായ്സ്. ദേവിക്ക് പരിപ്പ് വട വേണം പറയാണ് ഗായ്സ്. ദേവി പരിപ്പ് വട വേണം പറയാണ് ഗായ്സ്. സുബി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഒരു വടയ്ക്ക് വേണ്ടി ആരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഓസിൽ വന്നിട്ട് പോകും എനിക്കറിയില്ലോ ഗായ്സ്. ഗായ്സ് നമ്മൾ ഇവിടെ ഒരു പ്രേത വീടുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. നമ്മളാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഈ ഭാഗത്ത് എവിടെയോ ആണ് അനാമിക പ്രേതം പിടിക്കുന്ന വീട്. ഇവിടെ എവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ പ്രേതം ഉണ്ടെന്നൊക്കെയാണ് പറയണത്. നമ്മൾ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പേടിയൊന്നുമില്ല, നമുക്ക് പേടിയൊന്നുമില്ല. അവർ ഇവിടെ എന്തോ ഒരു മതിൽ പോലെ എന്തോ കാണുന്നുണ്ട് ഗായ്സ്. സുലു ഒന്ന് പിടിക്കുമോ? ഒന്ന് പിടിക്കും, ഞാൻ എന്ത് നോക്കിയിട്ട് തരാം. സൗണ്ട് ഒരു പെണ്ണ് അടുത്തത് എടാ എത്ര സുമതി വളവ് ഇതേ ഈ ഒരു വളവിലാണ് കുറേ ആക്സിഡന്റ് നടന്നിരിക്കുന്നത്. ഇവിടെ പകല് പോലും നടക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. ഒറ്റയ്ക്ക് ആരും തന്നെ ഈ വഴി വരാറില്ല എന്നാണ് ചായക്കടയിലെ അമ്മൂമ്മ പറഞ്ഞത്. സംഭവം ഞങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഏരിയയിലോട്ട് വണ്ടി അധികം കാണാറില്ല കേട്ടോ. രാവിലെയൊക്കെ ഞങ്ങൾ ധൈര്യത്തോടെ വന്നു. ഇവിടെ കണ്ടോ കാക്ക, നിറയെ കാക്കകൾ, കുറേ മാംസങ്ങളൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ചിട്ട് ഓടി വന്നു. ഇതൊരു നിഗൂഢമായ സ്ഥലമാണെന്ന് തോന്നുന്നത്. ഞങ്ങളിപ്പം പറഞ്ഞ കാര്യം കുറച്ച് മുന്നേ ചെയ്ത കാര്യം ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ, ഒരു തമാശയ്ക്ക്. ഞങ്ങളൊക്കെ റെഡിയായി. എന്താ ഞങ്ങളുടെ കടുവ ബസ്സിലോട്ട് കയറാനായി. സമയം തന്നെ ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. പിന്നെന്താണ് ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് പറയുന്നത് ഡെനിമൻ ഡ്രസ്സാണ്. ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത് വന്നിട്ട് മീഷോന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് ഗോൾഡിലാണ് ഉള്ളത്. നല്ല കുഴപ്പമില്ല, നല്ല ഡ്രസ്സായിട്ടാണ് തോന്നിയത്. എനിക്ക് ആ വള്ളി എന്തോ കുറച്ച് ലൂസായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സേഫ്റ്റി പിന്ന് കുത്തി അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. യങ്സ്റ്റേഴ്സ് മാത്രം ഇവിടെ ഫോട്ടോ എടുക്കാടെ. നമ്മൾ ബായ് പറയണേ. രാവിലെ ചായ ഞങ്ങളിതപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. അതൊക്കെ ഉണ്ടോ കാവി തോർത്തൊക്കെ എടുത്തിട്ട് പോടോ. കാവി തോർത്തൊക്കെ കൂട്ടി വരുമ്പോ കൊണ്ടുവരാൻ പാടുവോ പറ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി വണ്ടിയിലോട്ട് പോവാണ്. ഞാൻ എനിക്കുള്ള തൊപ്പിയൊക്കെ സംഘടിപ്പിച്ചിട്ടോ, പക്ഷെ എൻ്റെ ഇത് തലയിൽ ഇട്ടത് കാരണം എനിക്ക് ഇടാൻ പറ്റില്ല. തൊപ്പി എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം അല്ലേ പത്രു? ഞങ്ങളുടെ അവസരമായിട്ട് ഫോട്ടോ ഹൗസിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്നലെ വന്നു ഒരു ജെർജി നോക്കിയിട്ടുണ്ട്. അത് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയി ചോദിച്ചപ്പോൾ അവിടെ നല്ല റേറ്റാണ്. അപ്പോൾ ഇതാ അവരവിടെ ഒരു ആട്ടിൻകുട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിലേക്കാണ്. ബാക്കിയുള്ളവരൊക്കെ
നമ്മളിവിടെ ഒരു ജെർക്കിൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഏറ്റവും കുറവ്. മറ്റുള്ളവിടെ നമ്മൾ ബോട്ട് ഹൗസിലാണ് ഏറ്റവും റേറ്റ് കുറവ്. അത് കഴിഞ്ഞിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് സെയിം സാധനം തന്നെ നല്ല റേറ്റാണ് പറയുന്നത്, 800 രൂപ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അത് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിതാ ഗ്രീൻ വാലി ഹോട്ടലില്ലേ അതിലോട്ട് കയറിയിട്ടോ. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് ഫുഡില്ല. എന്ത് ചെയ്യും? ഞങ്ങളിതാ ഇറങ്ങി ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുകയാണ്. കയറി ഇരുന്ന് ഓർഡറൊക്കെ അവരെടുത്തു. നമ്മൾ ഓർഡർ പറയുകയും ചെയ്തു. അപ്പോൾ ഇനി ഫുഡില്ല എന്ന് പറയണം. ഇതേ ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയാണ് ഓർഡർ ആക്കിയത്. അതിലോട്ട് പനീർ ബട്ടർ മസാലയും പിന്നെ നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ട് ഇതാ അവിടെ നിന്ന് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ കണ്ടോ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലയൽ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. ഒക്കെ 2 സെക്ഷനായിട്ടുണ്ട് കേട്ടോ പോയിരിക്കണത്. എന്തെങ്കിലും വാങ്ങുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാണാൻ നേരം നല്ല ഭംഗിയുണ്ട്. നമുക്ക് നോക്കാം. നല്ല റേറ്റും പിന്നെ ഇതേ സംഭവം നമ്മളവിടെ കൊണ്ടുപോകുന്ന വരെ സേഫ് ആയിട്ട് ഉണ്ടാകുമെന്ന് അറിയില്ല. റേറ്റ് നല്ല ഫുഡുകളാണ് കേട്ടോ. നാട്ടിൽ കമ്പയർ ചെയ്യുന്നതിനൊക്കെ ഫുഡായിരുന്നു. നേരോ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകാണ്. ഞങ്ങളവിടെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങുന്നത്? ഇത് നോക്കൊരു ഓണസദ്യയുടെ നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓണസദ്യ അതൊക്കെ വാങ്ങുമെന്ന് അറിയില്ല. എത്ര റേറ്റ് വരും എന്ന് അറിയില്ല കേട്ടോ. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട് അവിടെ. നോക്കാം. ഇതേ ഞങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതിന് വന്നിട്ടൊരു 100 ഗ്രാം വന്നിട്ട് 90 രൂപയാണ്. നമുക്കിവിടെ സാമ്പിളൊക്കെ ചോദിച്ചാൽ തരും. കോഫി പൗഡർ ഒന്നും വാങ്ങുന്നില്ല ഇപ്പോൾ. ഇപ്പം നമ്മൾ വന്നിട്ട് കുറേ ട്രാവൽ ചെയ്തിട്ട് ഭയങ്കര ബോട്ട് ഹൗസിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അവിടുത്തെ ഒരു ഫോറസ്റ്റിലോട്ട് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് ട്രാവൽ, 5 മണിക്കത് ക്ലോസ് ചെയ്യും. അത് കാരണം വേണ്ട. അപ്പോൾ നമ്മളവിടെ പോയതും ടൈം സെറ്റാവില്ല. ഒന്നും പോയത് ക്ലോസ് ആക്കണ പോലെ ഉണ്ടാകും. പക്ഷെ നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞങ്ങളുടെ നീയാണോ? ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ബോട്ട് ഹൗസിൽ വന്നിട്ട് 8 പേർക്ക് 1150 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ വരുന്നത്. അത് 20 മിനിറ്റ്സ് ഉണ്ട്. എനിക്ക് പേടിയാ അവിടെ ചെറുതായി വളയുമ്പോ. ഇല്ല ഇവിടെ സെൽഫി എടുക്കാനൊന്നും എന്താ പറയാ അലൗഡ് അല്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ വേണ്ട അത്രമേ പേടിയുള്ളൂ. ഹലോ ഗായ്സ്, പേടിക്കല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ സമയം നോക്കി കയറിയത് കൊണ്ട് 20 മിനിറ്റ്സ് കറക്റ്റ് എടുത്തു. ഇതിനാണെന്ന് വെച്ചാൽ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അതിനെ കളിയാക്കണം. അവിടെ നിൽക്കണം കേട്ടോ ആൾക്കാർ. നോക്കി അവരുടെ ഫീലിംഗ് എങ്ങനെയുണ്ട്, കളിയാക്കുന്നത് എങ്ങനെയുണ്ട് കാണാൻ. ഇപ്പൊ വേണ്ട അങ്ങനത്തെ ഇവിടുത്തെ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. 40 രൂപയാണ് അഡൾട്ടിന് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ.
പക്ഷെ അതിന്റെ ഒരു ഇതായിരിക്കുമല്ലോ കണ്ടോ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാം, വെറുതെ നിൽക്കാം, അത്ര തന്നെ. വലുതായിട്ടൊന്നുമില്ല കേട്ടോ. എടോ താനെത്തിയില്ല, ആദ്യം തിരികെ വന്നില്ലേ? അതെ, ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലും പോകുകയാണ്. കാരണം ഇവിടെ വലുതായിട്ടൊന്നുമില്ല, എവിടെയൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഉച്ചത്തെ കഴിച്ചിട്ടില്ലല്ലോ. ഒരു ദിവസം തന്നെ സമയം 5 മണിയാവാറായി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കഴിച്ചിട്ട് ഇനി വേറെ ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് എത്തണം. നല്ലൊരു സ്ഥലത്ത് പോയി കഴിക്കുക. ഞങ്ങളിനി ഒരു ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ ചായ ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. ചായ ഞാൻ ചോളം കഴിക്കുന്നത്, ചായ വേണ്ട. ഇനി കുറച്ച് ആൾക്കാർ പൈൻ ഫോറസ്റ്റിൽ വരാനുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ബസ്സിൽ തന്നെ ഉണ്ട്, വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. എവിടേക്കും പോകില്ല. ഇനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ എന്നെ മൈലേജ് പറഞ്ഞു. ഓണത്തിന് ഇട്ടതല്ലോ, ഓണത്തിൻ്റെ ഒറ്റ ദിവസം വരെ നമ്മൾ വന്നല്ലോ. ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെയാണ്. പിന്നെ കാര്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വരാനുണ്ട്, കുറച്ച് ആൾക്കാർ ബസ്സിലുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടിരുന്നാൽ അവിടെ നിർത്തി ഫുഡ് കഴിച്ചിട്ട് രാത്രി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാനാണ്. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് നീ എടുക്കുന്നത്. ബാക്ക് സൈഡ് ഇത് അതിനെന്താ, നമ്മൾ കഴിച്ചത് തന്നെയല്ലേ. എൻ്റെ കൈയും അതും ഒരേപോലെ ഉണ്ട് കണ്ടോ. ഞാൻ കടിച്ചത് കിട്ടിയതും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഞാൻ കടിച്ചിട്ട് തിന്നിട്ടുണ്ട് ഗൈസ്. ഞാനൊരു കുസ്കയാണ് പറഞ്ഞിരുന്നത്, അത് പക്ഷെ അത് നെയ്ച്ചോറാണ്. കുഴപ്പമില്ല. ഒരു ഓക്കോയിലൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. സമയം 6 മണി കണ്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുന്ന തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ വേറെ എവിടേക്കും പോകണില്ല, കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി രാത്രി നേരെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കണത്. എനിക്കിപ്പോൾ ഇത്തിരി കുറച്ച് ചോറ് കിട്ടിയാൽ മതി എന്നുണ്ട് മനസ്സിൽ. കഞ്ഞിയായാലും കുഴപ്പമില്ല. എൻ്റെ ഭർത്താവിന് ചായ കുടിക്കണം എന്നാ പറയണത്. ആണോടോ ചായ? വേണ്ട. എന്തല്ലേ റേറ്റ്? കുസ്ക പറഞ്ഞിട്ട് 80 രൂപ. പക്ഷെ വലിയ കാര്യമില്ല, അവർ രാവിലെ വെച്ചതാ തോന്നുന്നു. നമ്മൾ വിശപ്പായതുകൊണ്ട് കഴിച്ചു. വേറെ ഇനി എവിടെ ഫുഡ്? നമുക്ക് ഇത്തിരി കുറച്ച് കഞ്ഞിയും ചോറും കിട്ടിയാൽ കഞ്ഞിയോ ചോറോ കിട്ടിയാൽ മതിയായിരുന്നു. കാരണം അങ്ങനെ ഉണ്ട്. സന്ധ്യ ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറി. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ എവിടേക്കും പോകാനില്ല. സമയം തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രജനിയുടെ സിനിമ ഒന്ന് അണ്ണാമലയിട്ട് കാണാണ്. രജനി വരുന്ന സീന് കാണുമ്പോണ്ടല്ലോ എല്ലാവരും കത്തുന്നത് ശരിക്കും പുതിയ സിനിമ റിലീസാവണ പോലെയാണ് കേട്ടോ എല്ലാവരും കാട്ടണത്. അങ്ങനെ ഇടയിലൊന്നും ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് അണ്ണാമല കാണുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണിച്ച് നോക്കുമ്പോൾ വന്ന് അട്ടപ്പള്ളം നിൽക്കുകയായിരുന്നു കേട്ടോ. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.